അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഷാഫിയെ വാർഡിലേക്ക് മാറ്റുന്നത്. അത്രയും ദിവസങ്ങൾ ഷംന അവിടെ തനിച്ച് വരാന്തയിലിരുന്നു. ആരും വന്നു നോക്കാൻ പോലും ഇല്ലായിരുന്നു. അതായിരുന്നു ഷംനയുടെ അവസ്ഥ. ഷാഫിയുടെ ഉമ്മ അന്ന് തന്നെ പോയി. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ഇവിടുത്തെ സ്ഥിതി എന്താണെന്നോ ഏതാണെന്നോ പോലും അന്വേഷിച്ചിട്ട് പോലുമില്ല. ഇടയ്ക്കിടെ വരി നിന്ന് ആരുടെയൊക്കെയോ സഹതാപത്തിൽ പൊതിഞ്ഞ ഭക്ഷണങ്ങൾ കൈപ്പറ്റി. അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. സമയാസമയം നഴ്സുമാർ എഴുതി തരുന്ന മരുന്നുകൾ നോക്കെത്താ ദൂരത്തോളം വരി നിന്ന് മേടിച്ചു കൊടുത്തു. അവർ പറയുന്ന സമയങ്ങളിൽ വരി നിന്ന് മേടിച്ച ഭക്ഷണം ഷാഫിക്ക് കൊടുത്തും അവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ വൃത്തിയാക്കിയും ഷംന ക്ഷീണിച്ചു പോയി. ഗർഭിണിയാണെന്നൊരു പരിഗണനയോ സഹതാപത്തോടെയുള്ള ഒരു നോട്ടത്തിനപ്പുറം ഒരാളിൽ നിന്നും അവൾക്ക് ലഭിച്ചില്ല. എല്ലാവർക്കും വലുത് അവരവരുടെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. ഹോസ്പിറ്റലല്ലേ, എല്ലാവരുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. അവനവൻ്റെ കാര്യം മാത്രം നോക്കാനേ എല്ലാവർക്കും സമയമുള്ളൂ. മറ്റൊരാളെയും ശ്രദ്ധിക്കാൻ കഴിയില്ല. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഷംന ഷാഫിയെ നോക്കി. ഹോസ്പിറ്റൽ കെട്ടിടത്തിൻ്റെ താഴേക്കും മുകളിലേക്കും നടന്നവളുടെ ശരീരം ക്ഷീണിച്ചു തുടങ്ങി. എല്ലാം അവൾ സഹിക്കുമായിരുന്നു. പക്ഷേ ഷാഫിക്ക് ഭക്ഷണം കൊടുക്കാനും വസ്ത്രങ്ങൾ മാറ്റാനും ചെല്ലുന്ന സമയങ്ങളിൽ അവരിൽ നിന്നുണ്ടാവുന്ന വാക്കുകൾ അവളുടെ ക്ഷീണം കൂട്ടിയതേയുള്ളൂ. അവളെ തളർത്തി കഴിഞ്ഞതേയുള്ളൂ. ഞാൻ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് പുറത്ത് ചാകരയായിരിക്കല്ലേ, ആണുങ്ങൾ ഒരുപാട് കിട്ടുന്നുണ്ടാവുമല്ലോ, ഈ എവിടെ പോയാടെ വരുന്നത്? വസ്ത്രമലക്കാൻ പോകുന്ന ഷംനയോട് ഷാഫി പറയുന്ന വാക്കുകളാണിവ. ഈ അങ്ങനത്തെ ആളല്ലേ, തുണി അലക്കാനാണെന്ന് പറഞ്ഞ് പോകും, പിന്നെ എത്ര സമയം കഴിഞ്ഞാൽ ഈ വരാറ്? ഈ ആരോടെ അടി കൊഞ്ചി കൊഞ്ഞ് നിൽക്കണത്? വസത്തെ, എനിക്കറിയാലോ എൻ്റെ സ്വഭാവം. അതല്ലേ ഈ എൻ്റെ കൂടെ ചാടിപ്പോന്നത്? എനിക്കതിനെ ഒരു വിശ്വാസമില്ല. ഞാൻ ഇവിടെ കിടത്തിയിട്ടേ ഈ ഇവിടെ സുഖിക്കാണ്. എനിക്കറിയാം എൻ്റെ സ്വഭാവമൊക്കെ. വല്ലവരോടും ചേർന്ന് ഒട്ടിയാലേ ഷാഫി എന്നോ ഈ കിടത്ത് കിടക്കൂല കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ വെട്ടി നുറുക്കും ഞാൻ. എന്താ നിങ്ങളീ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു എന്നാ? ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ വയറ്റിലിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സഹിക്കുന്നത്. എന്നിട്ടിപ്പോൾ എന്നോട് ഇത് എങ്ങനെയൊക്കെ പറയണേ? ഞാൻ ആകെ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നിങ്ങളെ സ്നേഹിച്ചു പോയി എന്നുള്ളത്. അത് ഏറ്റവും വലിയ മണ്ടത്തരായെന്ന് തോന്നി. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളെ നോക്കല്ലാതെ ഒരു വഴിയില്ലല്ലോ. എൻ്റെ ആരും സ്വീകരിക്കില്ലല്ലോ. എൻ്റെ മക്കളെ കണ്ണീരാണ് ഞാനിപ്പോൾ അനുഭവിക്കണേ. എന്നിട്ടിപ്പോൾ എന്നെപ്പറ്റി അനാവശ്യം പറയാം. ഞാൻ ഇട്ടിട്ടാണ് പോവും. ഈ പോടി പുല്ലേ, ഈ പോയാൽ എനിക്കെന്താ? ഈ ഷാഫിക്ക് വേറെ ആളെ കിട്ടും. എന്നെക്കൊണ്ട് എനിക്കൊരു കാര്യമില്ല. ഈ എവിടെയെങ്കിലും പോയി ചാവടി. അവൾ കരഞ്ഞു. എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ നിങ്ങളെ വിശ്വസിച്ചല്ലേ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയല്ലേ എൻ്റെ മക്കളെയും ഭർത്താവിനെയും വിട്ടു പോകുന്നത്. എന്നിട്ടും എന്നോട് ഇങ്ങനത്തെ കുത്തുവാക്കുകൾ പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലോടി പുല്ലേ നിന്നോട് പോയി ചത്തോളാൻ. പിന്നെയും എന്താ കിടന്ന് മോങ്ങുന്നത്? എണീറ്റ് പോടി എൻ്റെ മുമ്പെന്ന്. നിൻ്റെ മുഖം എനിക്ക് കാണുന്നതേ ഇഷ്ടമില്ല. അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഭീഷണിയാണ് ഷാഫിക്ക് തന്നെ സംശയമാണ്. ഒന്നും പറയാതെ അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. സ്വന്തം ഭർത്താവിനെയും പ്രസവിച്ച മക്കളെയും ഉപേക്ഷിച്ച് കൂടെ ചെന്ന തന്നോട് അതിൽ കൂടുതൽ മമതയൊന്നും ഉണ്ടാവില്ലെന്ന് ഷാഫിയുടെ കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് മനസ്സിലായത്. അവനത് ചെയ്യാനും മടിക്കില്ല, എനിക്കുറപ്പുണ്ട്. ഇത്രയും കാലത്തെ അനുഭവങ്ങൾ തന്നെ ധാരാളം. ശരീരത്തിൽ അവിടെ ഇവിടെയായി എപ്പോഴും കല്ലച്ച് കിടക്കുന്ന ഷാഫിയുടെ കൈപ്പാടുകൾ തന്നെ ധാരാളമാണ്. എന്നാലും അവൻ്റെ കൂടെ ചെല്ലാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം സ്നേഹം തന്നെയില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ ഓർക്കാറുണ്ട്. ഒരർത്ഥവുമില്ലാത്ത ചിന്ത. റബ്ബേ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വേറൊരു സ്ഥലത്തും കയറി പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ. ഇനി ഞാൻ ഇവിടെ കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വരും. ഇതാണ് എൻ്റെ അവസ്ഥ. ശരിയാണ്, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ, വരുത്തി തീർത്തതല്ലേ. പാവം എൻ്റെ റിയാസ്ക. ഞാൻ എന്ത് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കുന്ന ആളായിരുന്നു. അതുപോലെ അവരെ വീട്ടുകാരും. പക്ഷേ അവരെയൊക്കെ ഞാൻ തള്ളിപ്പറഞ്ഞ് ഇവൻ്റെ ഒപ്പം കൂടി. ഇനി എനിക്ക് ഈ ജീവിതമേ ഉണ്ടാവുള്ളൂ. ഞാൻ സഹിച്ചേ പറ്റുള്ളൂ. ഷംന മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് കരഞ്ഞു.
തനിച്ചിവിടെ ഷാഫിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവനിൽ നിന്നുണ്ടാവുന്ന മറുപടി വല്ലാതെ വേദനിപ്പിച്ച് തളർത്തുമ്പോൾ ഷംന അറിയാതെ തന്നെ ഇടയ്ക്ക് റിയാസിലേക്ക് വഴിമാറി ചിന്തിക്കും. റിയാസ് വയ്യാതെ കിടന്നിരുന്ന സമയങ്ങളിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ നോക്കിയ നൂറയിലേക്കും അത് പ്രവഹിക്കും. അന്ന് റിയാസിനരികിൽ ഇരിക്കുമ്പോൾ എന്നെ നോക്കി താൻ ക്ഷീണിച്ചോ എന്ന് അവൻ്റെ വയ്യായ്മലും ഒരു ചോദ്യം അവനിൽ നിന്നുണ്ടായുമായിരുന്നു. ഇപ്പോൾ ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. എന്ത് ചെയ്യാൻ, എല്ലാം സഹിക്കുക തന്നെ. ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, എനിക്ക് പടച്ചോൻ തന്നെ ശിക്ഷയായിരിക്കും. ഷാഫിയുടെ കട്ടിലിനടിയിൽ ഇടുങ്ങിയ സ്ഥലത്ത് പായ വിരിച്ച് കിടക്കുമ്പോൾ ഷംനയുടെ കണ്ണുകൾ വീണ്ടും ആ ഓർമ്മയിലേക്ക് അറിയാതെ നിറഞ്ഞു. തിരിച്ചറിവുകൾക്ക് പലപ്പോഴും കണ്ണീരിൻ്റെ ഭാവമായിരിക്കും. 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് അവളൊന്ന് കിടക്കുന്നത്. ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലും ഒന്ന് നടുനിവർത്താനായതിൻ്റെ സംതൃപ്തി അവളിലുണ്ടായിരുന്നു. അറിയാതെ തൻ്റെ വയറിലേക്ക് കൈ ചേർക്കുമ്പോൾ അവൾ ഓർത്തുപോയത് ഈ ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് വളർന്നു പോയോ എന്നതാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും ആ വയറിലൊന്ന് ചേർത്ത് പിടിക്കാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത് തന്നെ. ആ ചിന്തയിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചവൾ എത്തിച്ചേർന്നത് വീണ്ടും റിയാസിൻ്റെയും മക്കളുടെയും അരികിൽ തന്നെയായിരുന്നു. അവരുടെ കൂടെ കഴിഞ്ഞിരുന്ന ആദ്യ ദിവസം മുതൽ തൻ്റെ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് അഹങ്കാരത്തോടെ തിരിഞ്ഞു നടന്ന അവസാന ദിവസം വരെ അവൾക്ക് ഓർമ്മയിൽ വന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ പരാജയപ്പെട്ടു പോയെന്നൊരു ഉത്തരം മാത്രം അവൾക്ക് ലഭിച്ചു. തന്നെ മാത്രം പരിഗണിക്കുകയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ വിഡ്ഢിയാണ് താനെന്നവൾ സ്വയം ഉത്തരമെഴുതി. ഇതൊക്കെയാണ് നിൻ്റെ ലോകം, ഇതൊക്കെയാണ് എൻ്റെ വിധി. ഇനി ഒന്നും പറഞ്ഞിട്ടും ആലോചിച്ചിട്ടും കാര്യമില്ല. യാ അല്ലാഹ്, അവൾ അറിയാതെ എന്ന് പഠിച്ചവനെ വിളിച്ചുപോയി. അഫ്സൽ അന്ന് വന്നപ്പോഴും പതിവുള്ള നിശബ്ദത തന്നെയാണ് അവനെ സ്വീകരിച്ചത്. ഇപ്പോൾ അവൻ്റെ വീട് അങ്ങനെയാണ്, എപ്പോഴും ഇരുട്ടായി കിടക്കുന്നത് പോലെ. ഹാളിലല്ലാതെ മറ്റെവിടെയും വെളിച്ചമുണ്ടാവുകയില്ല. എത്രയോ നാളുകളായി ഇതുതന്നെയാണ് പതിവ്. ആദ്യമൊക്കെ എന്തായിരുന്നു, വീട് മുഴുവനും ലൈറ്റും. മക്കൾ ജോലി തിരിച്ചെത്തുമ്പോഴേക്കും ഭക്ഷണം പാകം ചെയ്തു വെക്കാനുള്ള തിരക്കുകളിലേക്ക് അടുക്കളയിൽ നിൽക്കുന്ന ഉമ്മയും സെറീനയും, മുറ്റത്ത് വാഹനം വന്ന് നിൽക്കുമ്പോഴോ ചായയുമായി ആളിലേക്ക് ഓടി വരാറുള്ള ഉമ്മയും, ഒരു ദിവസത്തെ മുഴുവൻ വിശേഷങ്ങളും പങ്കുവെച്ച് തീരുന്നതോടൊപ്പം കാലിയാകുന്ന ചായക്കപ്പ്, ചുറ്റിനും ഇരിക്കുന്ന സെറീനയും ഉമ്മയും ഉപ്പയും റാസിയും. ഇതൊക്കെയായിരുന്നു തൻ്റെ വീട്. ഇപ്പോൾ കുറച്ചു കാലത്തിന് ശേഷം ഇതാ മരിച്ച വീട് പോലെയാണ് തൻ്റെ വീട്. ഇപ്പോൾ കാര്യമായിട്ട് ആരും പരസ്പരം മിണ്ടാറില്ല. ഉപ്പയാണെങ്കിൽ തീരെ സംസാരിക്കാറേയില്ല. ആദ്യം പള്ളിയിൽ നിന്ന് ഉപ്പ വരുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞ് സമയം പോയെന്ന് വെറുതെ വഴക്ക് പറഞ്ഞോടുന്ന ഉമ്മ. അങ്ങനെ ചിരികളും സന്തോഷങ്ങളും മാത്രം മുഴങ്ങിക്കേട്ടിരുന്നിടത്താണ് ഇന്ന് ഇരുട്ടിൻ്റെ മറപറ്റി മൗനം പൂണ്ട് കിടക്കുന്നത്. അഫ്സൽ ഓരോന്ന് ചിന്തിച്ച് ഒരു നിശ്വാസത്തോടെ കയ്യിലുള്ള ബാഗ് സോഫയിലേക്ക് വെച്ച് പാതി അടഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് കയറി ചെന്നു. ഹാളിലെ വെളിച്ചത്തിൽ ഒരു മിന്നായം പോലെ കാണാം നിസ്കാരപ്പായിൽ ഇരിക്കുന്ന ഉമ്മയെ. അവിടെയും വെളിച്ചമില്ല. അവൻ ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഉമ്മ, നിങ്ങളെന്താ ലൈറ്റൊന്നും ഇടാതെ എങ്ങനെ ഇരിക്കണേ? ഒന്ന് ലൈറ്റ് കിട്ടൂടെ ഉമ്മ? അഫ്സൽ വന്ന് വിളിച്ചപ്പോൾ ചൊല്ലിക്കൊണ്ടിരുന്ന ഏതോ ദിക്കർ മുഴുവനാക്കി ആ ഉമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ലൈറ്റ് ഇട്ടൂടെ ഉമ്മ? എന്തിനാ അങ്ങനെ ഇരുട്ടിലിരിക്കണേ? എവിടെ ഇരുന്നാലെന്താ മോനെ? മനസ്സമാധാനം ഒന്നൊന്നില്ലെങ്കിൽ തീർന്നില്ല മോനെ. എങ്ങനെ ഉണ്ടായിരുന്ന വീടാണ് ഈ ഇപ്പോൾ കണ്ടില്ലേ? ഇന്നിപ്പോൾ ഒരു വീടാണോ എന്ന് തോന്നുന്നുണ്ടോ? പല വഴിക്കായി പോയ എൻ്റെ മക്കൾ. മൂപ്പര് വാശിയും നടക്കുമെന്നും പറഞ്ഞ് നടക്കുന്ന ഉപ്പ ഒന്നും മിണ്ടാട്ടില്ലാതെ. ഒരു മരുമകളാണെങ്കിൽ മനസ്സ് നേറി ചിരിയും സന്തോഷവും ഇല്ലാതെ. എന്താ ചെയ്യുക? ഒരു കുട്ടികളും ഇല്ലാതെ. എല്ലാം കണ്ടു കേട്ടും ഞാനിങ്ങനെ ഒരുങ്ങി ജീവിക്കുക. ഞാനല്ലാതെ എന്താ ചെയ്യുക? ഈ ദിക്ർ ചെല്ലുമ്പോൾ നിസ്കരിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു സമാധാനം. നിങ്ങളെ ഓർത്തിട്ട് എനിക്ക് ജീവിക്കണ്ടെന്ന് തോന്നുന്നു മക്കളെ. അള്ളാഹുവേ, എന്നെ വേഗം നീ കൊണ്ടുപോയിരുന്നെങ്കിൽ. ഉമ്മ, നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ല ഉമ്മ. നിങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കാരാ? അല്ലെങ്കിൽ ഒരു കുട്ടികളില്ല. ഇനിയിപ്പോൾ ഉമ്മ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഒറ്റപ്പെടൂലേ? ഉമ്മ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഉമ്മ എന്നും ഞങ്ങൾ കൂടെ വേണം. എല്ലാം ശരിയാവും ഉമ്മ. എന്താ മോനെ, എന്ത് ശരിയാവാന്? എനിക്ക് വയ്യ മോനെ. ഈ ഒന്നുകൂടി സെറീന മോളൊരു ഡോക്ടറെ അടുത്തുനിന്ന് ഒന്ന് കൊണ്ടുപോയി വെക്കും മോനെ. ഒരു കുട്ടി ഈ വീട്ടിലുണ്ടായാലേ നമ്മളെ പകുതി പ്രശ്നം തീരും. ഒരു കുട്ടിയുടെ കളിയും ചിരിയൊക്കെ ഉണ്ടെങ്കിലേ
ഓളെ പ്രശ്നം തീരും. ഉമ്മാക്കറിയാം ഇതൊന്നും പറയാൻ പാടില്ല എന്ന്, രണ്ടാൾക്കും സങ്കടമാണെന്നൊക്കെ. പക്ഷെ പറഞ്ഞു പോകുന്നതാ മോനെ, അല്ലാതെ ഈ ഉമ്മാക്ക് എന്താ പറയാൻ പറ്റുക? ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? കുറേ സ്വത്തും മുതലും വീടും ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? നമുക്കൊരു കുട്ടി വേണ്ടേ? പിന്നെ സന്തോഷം സമാധാനം ഇല്ലെങ്കിലേ തീർന്നില്ലേ എല്ലാം? ഈ ചെല്ല്, വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിന്നെ സെറീന ആ പോക്ക് പോയതാ മേലേക്ക്. തലവേദന ആണെന്നും പറഞ്ഞ് കിടന്നതാ. അതിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എനിക്ക് ഓളെ ഉള്ളൊരുകാണെന്ന്. അതെനിക്ക് കാണാനാവില്ല മോനെ. ഈ ഒന്ന് ചെന്ന് വിളിച്ചോണ്ട് വാ, എന്നിട്ട് താഴത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എന്തെങ്കിലും അതിനോട് കഴിക്കാൻ പറയും. ഞാനെങ്ങനെയാ? ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല. പിന്നെ എനിക്കങ്ങോട്ട് കയറി പോകാനും വയ്യ. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പിന്നെ ഒന്നും പറഞ്ഞില്ല. എനിക്കിപ്പോൾ ആ സ്റ്റെപ്പിലൊന്നും കയറാൻ വയ്യ മോനെ. ഉമ്മ, നിങ്ങൾ കയറൊന്നും വേണ്ട, അവൾക്ക് തലവേദനയായിട്ടേ കയറും. ഓളിങ്ങോട്ട് വരുമല്ലോ. അതല്ല മോനെ, ഓളിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ തന്നെയല്ലേ, എന്താ ചെയ്യുക? ഇപ്പോൾ അന്നത്തെ ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഓളും എന്നും ടെൻഷനില്ല. ഇനി ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാവില്ല എന്നുള്ള ഒരിത് ആ റിസൾട്ടിന് ഈ കണ്ടതല്ലേ മോനെ. ഉമ്മ, എന്താ ചെയ്യുക? പഠിച്ചവൻ്റെ തീരുമാനമല്ലേ. നമുക്കിനിപ്പോൾ എത്ര കാശ് കൊടുത്താലും എത്ര ചിലവാക്കിയാലും ഉമ്മ അത് നമുക്ക് കിട്ടൂലേ? അത് പഠിച്ചവൻ തന്നെ തൻ്റെ ഉമ്മ. എന്നാലും മോനെ, ഈ ഒന്നും കൂടി വേറെ നല്ലൊരു ഡോക്ടർ എവിടെ ആയാലും വേണ്ടിയില്ല. ഇനി അപ്പോൾ അമേരിക്കയിലായാലും വേണ്ടിയില്ല. ഇനി നിങ്ങൾ രണ്ടാളൊന്ന് പോയി ഒന്ന് വേറൊരു ഡോക്ടർ കണ്ടോക്കി, ശരിയായല്ലോ? ആ ഉമ്മ, ഞാൻ പോയി നോക്കട്ടെ, ഓളെ വിളിച്ചോണ്ട് വരാം. ഉമ്മയോട് സംസാരിച്ച് നിന്ന് അഫ്സൽ വാതിൽ ചാരി പുറത്തേക്ക് നടന്നു. അപ്പോഴും ഉമ്മയുടെ പ്രാർത്ഥനകൾ മന്ത്രണം പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. അഫ്സലിന് സെറീനയെ കാണാനുള്ള ധൈര്യം ഇല്ലെന്നതായിരുന്നു സത്യം. വാതിൽ തുറന്ന് അവൻ അവിടെ തന്നെ നിന്നു. വിഷാദത്തിലേക്ക് കൂപ്പികുത്തിരിയുന്നിടത്തുനിന്ന് വളരെ പണിപ്പെട്ടാണ് അവളെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിൽ പോകുന്നത് പോലും മനസ്സ് കൈവിടാതെ ഇരിക്കാനുള്ള മാർഗമായിട്ടാണ്. അവൾ ഹോസ്പിറ്റൽ ലീവ് എടുത്തിരുന്നു. പക്ഷേ ഞാൻ നിർബന്ധിച്ച് വീണ്ടും അവിടെ ടെൻഷനൊക്കെ മാറിക്കോട്ടെ എന്ന് കരുതി വീണ്ടും അവളെ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇടവേളകൾ പോലുമില്ലാതെ വൈകുന്നേരം വരെ അവൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാലും ഒറ്റയ്ക്കാവുന്ന അവസരങ്ങൾ കൂടുതലാണ്. ഒറ്റയ്ക്ക് ആവുന്ന നിമിഷങ്ങളാണല്ലോ ചിന്തകൾക്കും ഓർമ്മകൾക്കും ഭാരമേറുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. വാതിൽ തുറന്ന് അഫ്സൽ അകത്തേക്കറിയപ്പോൾ അവിടെയും ഇരുട്ടാണ്. കയ്യെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ കാണുന്നത് ബെഡിൽ കമഴ്ന്ന് കിടക്കുന്ന സെറീനയെയാണ്. അവളെ ഇന്ന് നോക്കിക്കൊണ്ട് കയ്യിലെ വാച്ച് ടേബിളിലേക്ക് അയച്ചു വെക്കുമ്പോൾ അഫ്സലിൻ്റെ ശ്രദ്ധ പോയത് പൊട്ടിച്ചു വെച്ച പുതിയ സാനിറ്ററി പാഡിൻ്റെ കവറിലേക്കാണ്. ഒരു നിശ്വാസത്തോടെ അഫ്സൽ കുളിക്കാൻ വേണ്ടി കയറി. ഇത്തവണയും അവളുടെ പ്രതീക്ഷകൾ തെറ്റിയിരിക്കുന്നു. വീണ്ടും അവൾക്ക് പീരിയഡ്സ് ആയിരിക്കുന്നു. അതാണ് അവളെ ഈ തലവേദനയ്ക്ക് കാരണം. ടെൻഷന് ഒന്നുകൂടി കൂടിയിട്ടുണ്ടാവും. ഓരോ മാസവും അവൾ പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമുണ്ടാകുമെന്ന് കരുതി. പക്ഷേ അവിടെയെല്ലാം പടച്ചവൻ ഞങ്ങളെ പരീക്ഷിക്കുകയാണല്ലോ റബ്ബേ. അവളുടെ പ്രതീക്ഷകൾ തെറ്റിയിരിക്കുന്നു. എങ്ങനെ അവളെ ആശ്വസിപ്പിക്കുമെന്നും സ്വയം ആശ്വസിക്കുമെന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്. അഫ്സൽ കുളി കഴിഞ്ഞ് വന്നപ്പോഴും സെറീന അതേ കിടത്തം തന്നെയാണ്. അലമാരിയിൽ നിന്ന് അവൻ ഒരു ടീഷർട്ടും ഷോർട്ട്സും വലിച്ചെടുത്തു. അവൾക്കരികിലേക്ക് കയറിക്കിടന്നു. മലർന്ന് കിടന്നുകൊണ്ട് കൈ നീട്ടിവെച്ച് സെറീനയെ അവിടേക്ക് കയറ്റിക്കിടത്തി. ഒരു താങ്ങ് കിട്ടിയതുപോലെ അവൾ അതുവരെ തേങ്ങിക്കരിഞ്ഞത് ഉച്ചത്തിലാക്കി. നെഞ്ചിൽ കനം വെച്ച ഭാരം മുഴുവനും അവനിലേക്ക് പെയ്തു തീർത്തു. അവളുടെ മൂർധാവിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വെച്ച് അവളെ ചേർത്ത് പിടിക്കുക എന്നല്ലാതെ അഫ്സലിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആശ്വാസവാക്കുകൾ അവിടെ വെറുമൊരു പ്രഹസനം മാത്രമാവുമെന്ന് അവനറിയാം. എന്താ സെറീന, നിനക്ക് ആരില്ലെങ്കിലും ഞാനില്ലേ? നമുക്ക് നമ്മൾ മാത്രം മതി. നമുക്ക് എന്തിനാണ് ഒരു കുഞ്ഞ്? ഇനിയിപ്പോൾ ഒരു കുഞ്ഞില്ലാന്ന് വിചാരിച്ച് എനിക്ക് നിന്നെ വേണ്ടാതാവോ? മരിക്കോളം ഈ നെഞ്ചിൽ നിന്നെ ഞാൻ ചേർത്ത് വെച്ചോളാം. ഈ ഇങ്ങനെ കരയല്ലേ, കരഞ്ഞിട്ടെന്താ കാര്യം? ഉമ്മയും അതാ നിന്നെ ആലോചിച്ചാണ് ടെൻഷനാവുന്നത്. ഉമ്മയും പറയാണ് അവളതാ തലവേദന അന്ന് കയറിപ്പോയതാണ്, പിന്നെ വന്നിട്ടില്ലെന്ന്. ഉമ്മ നിന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാ. എന്താ സെറീന, എന്താ ഇത് ചെറിയ കുട്ടികളെപ്പോലെ?
നിൻ്റെ ഈ കരച്ചിലൊന്ന് നിർത്ത് സെറീന. പഠിച്ചവന് നമുക്കൊരു കുഞ്ഞിനെ തരാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും. അതായിരിക്കും നമുക്ക് നന്മ. അല്ലെങ്കിൽ അവനെ ഉദ്ദേശിച്ച സമയമാവുന്നത് വരെ നമുക്ക് കാത്തിരിക്കാന്നേ. ഇങ്ങനെ കരഞ്ഞുകൂട്ടി ആ സമയത്ത് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും സെറീന? അഫ്സലിൻ്റെ ആദരം ഇടതടവില്ലാതെ അവളുടെ നെറ്റിയിൽ പതിഞ്ഞതല്ലാതെ സെറീനയിൽ നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. പക്ഷേ അവൻ്റെ സാമീപ്യത്തിൽ അവളുടെ തേങ്ങലുകൾ കുറഞ്ഞു വന്നിരുന്നു. ഏറെ നേരത്തിന് ശേഷം ഫോണിൻ്റെ ശബ്ദമാണ് അഫ്സലിനെ ഉണർത്തിയത്. അപ്പോഴാണ് സെറീനയും ചുറ്റിപ്പിടിച്ച് ഞാൻ ഉറങ്ങിപ്പോയെന്ന് അറിയുന്നത്. അവളും ഉറക്കമാണ്. കരഞ്ഞു കരഞ്ഞ് എപ്പോഴാണ് ഉറങ്ങിയത് എന്നറിയില്ല. ഇന്നിനെ നിർബന്ധിച്ചാലും അവളൊന്നും കഴിക്കാൻ പോകുന്നില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവളെ ഉണർത്താതെ ഫോൺ എടുത്തു. ഇനിയും ഉണർന്നാൽ കരയുക എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. ഫോൺ അഫ്സൽ എടുത്തപ്പോഴേക്കും കട്ടായിരുന്നു. അല്ല, ഇതാരെ? റാസിയാണല്ലോ. ഈ സമയത്തോ? എന്താ അവനെ ഈ സമയത്ത് വിളിക്കണേ? സമയം 12 മണി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം? അല്ലാ. അഫ്സലിൻ്റെ ഇടനെഞ്ചിൽ ഭയം നിറഞ്ഞു. തിരിച്ചു വിളിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പേ വീണ്ടും ഫോൺ ശബ്ദിച്ചു. നേരിയ ശബ്ദത്തോടെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചതും അവൻ പറഞ്ഞു, ഇക്കാക്ക, ഞാൻ റാസിയ. എന്താ മോനെ? എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ഇക്കാക്ക, ഒരു പ്രശ്നമുണ്ട്. എന്താ മോനെ? ഇങ്ങനെ എന്നെ തീ തീറ്റിക്കല്ലേ? എന്താ കാര്യം പറ. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം? എന്തെങ്കിലും സംഭവിച്ചോ? ആ ഇക്കാക്ക, ഒരു നല്ലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് ഇക്കാക്ക കേട്ടാൽ എന്തായാലും ഇക്കാക്കക്ക് സന്തോഷം ഉണ്ടാവും. ഓ, സമാധാനമായി. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലുമാണ്. ഈ ഇങ്ങനെ ഇത് കളിപ്പിക്കാതെ പറ റാസി. ഞാൻ അല്ലെങ്കിലേ ടെൻഷനില്ല. അതെന്താ ഇക്ക? വീണ്ടും സെറീനത്തൊക്കെ ഈ മാസവും? അതേ മോനെ, ആ ഒരു ടെൻഷനില്ല. സെറീനത്തെ എവിടെ? അവിടെ കിടക്കായിരിക്കില്ലേ? എന്താ, സാരില്ല ഇക്ക. പഠിച്ചോന് നിങ്ങൾക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തരും. ആ പിന്നെന്താ മോനെ, സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞത്? അത് പറ. ഇക്കാക്ക, നൂറ ഗർഭിണിയാണ്. അൽഹംദുലില്ലാഹ്. ഇതുവരെ അവൻ അനുഭവിക്കാത്ത സന്തോഷത്തോടെ പറഞ്ഞ വാക്കുകൾ അഫ്സൽ കേട്ടു. അഫ്സലും അവൻ്റെ സന്തോഷം പങ്കുവെക്കുമ്പോൾ വെറുതെ ഒരു നോട്ടം സെറീനയിലേക്ക് പാളി വീണു. അള്ളാഹു അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. തീർച്ചയായും അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂ. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഇൻഷാ അല്ലാഹ്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.